അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും യാതൊരു പഞ്ഞവുമില്ലാത്ത നാടാണ് നമ്മുടെ നാട് അഥവാ കേരളം. നിങ്ങൾ നോക്കൂ, പുത്തനാചാരങ്ങളും ശിർക്കൻ ആശയങ്ങളും ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടുകയും പ്രവാചക മാതൃകയില്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് സാധാരണക്കാരായ ആളുകളെ നിരന്തരമായി ക്ഷണിക്കുകയും അങ്ങനെ ഈ അന്ധവിശ്വാസങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി വല്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം, അതല്ലെങ്കിൽ ഒരു പറ്റം പുരോഹിതന്മാർ നമ്മുടെ നാട്ടിൽ വല്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം അവർക്ക് വരുമാനമുണ്ടാക്കണം, യൂട്യൂബിൽ വരുമാനമുണ്ടാക്കണം, അതേപോലെ ഉദരപൂരണം നടത്തണം. അതിന് അള്ളാഹുവിൻ്റെ മതം വികൃതമാക്കിയാലും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അതിന് പുതിയ പുതിയ കാര്യങ്ങൾ ജനങ്ങളോട് പറയണം, കൗതുകമുണ്ടാക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കണം. ഇന്ന ഇന്ന ദിക്റുകൾക്കും അതേപോലെ ഇന്ന ഇന്ന കാര്യങ്ങളുമൊക്കെ ചൊല്ലിയാൽ വലിയ ഫളിലുണ്ട്, വലിയ മഹത്വമാണ് എന്നൊക്കെ തള്ളിമറിച്ചാൽ ദീനിനെക്കുറിച്ച് കാര്യമായി പഠിക്കാത്ത ഉമ്മ പെങ്ങന്മാർ അതിൽ വീണുപോകും. അങ്ങനെ അവരുടേതായ കാര്യലാഭങ്ങൾ നടക്കും. അതിനുവേണ്ടി പുരോഹിതന്മാർ നിരന്തരമായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത വേദനയാണ്. അള്ളാഹുവിൻ്റെ മതത്തെയാണ് ഈ ഒരു വിഭാഗം ആളുകൾ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണുമ്പോൾ ഈമാനുള്ള അള്ളാഹുവിൻ്റെ ദീനിനോട് കൂറുള്ള ഏത് മനുഷ്യൻ്റെ മനസ്സിലാണ് വേദനയുണ്ടാകാതിരിക്കുക? ഇന്നലെ ഞാനൊരു മുസ്ലിയാരുടെ ക്ലിപ്പ് കേട്ടു. അത് കേൾക്കാനൊരു സാഹചര്യമുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ആ ക്ലിപ്പ് അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നിങ്ങളൊന്ന് പറയണം. ഇത് എൻ്റെ ഉമ്മ എനിക്ക് അയച്ചു തന്നതാണ്. എൻ്റെ ഉമ്മക്ക് ഏതോ ഒരു മുസ്ലിയാരോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ അയച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചൊല്ലേണ്ടതുണ്ടോ, ഇത് ചൊല്ലണം, ഇതിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഉമ്മ എനിക്കത് അയച്ചു തന്നിട്ടുള്ളത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ക്ലിപ്പ് കേട്ടപ്പോൾ ഞാൻ സത്യത്തിൽ അമ്പരന്ന് പോവുകയാണ്, ആശ്ചര്യപ്പെട്ടു പോവുകയും. എന്താ പറയുന്നതെന്നറിയോ? റബീഉൽ അവ്വൽ മാസം പിറന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രഥമ രാവിൽ ചൊല്ലേണ്ട കാര്യങ്ങളാണ്, ദിക്റുകളാണ്, അതല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് 5-6 കാര്യങ്ങളെ സംബന്ധിച്ച് ഈ മുസ്ലിയാർ യാതൊരു ഉളുപ്പുമില്ലാതെ തള്ളിമറിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഏതാണെങ്കിലും ഈ മുസ്ലിയാർ പറഞ്ഞ കളവുകൾ, അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പേരിൽ അയാൾ പ്രചരിപ്പിച്ച ശുദ്ധമായ അസംബന്ധങ്ങൾ, അതിനെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ സംസാരം തുടക്കം മുതൽ അവസാനം വരെ ശ്രവിക്കണമെന്ന് ആമുഖമായി എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. حتى يتبين لهم أنه الحق. സഹോദരങ്ങളെ, ഒന്നാമതായി ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസി എന്തെല്ലാം കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അയാളുടെ ജീവിതത്തിൽ നിന്ന് വർജിക്കേണ്ടത്, ഒഴിവാക്കേണ്ടത്, ഇതെല്ലാം വളരെ കൃത്യമായ നിലക്ക് അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട്. അതൊക്കെ വളരെ കൃത്യമായ നിലക്ക് പഠിപ്പിച്ച് തന്നതിന് ശേഷമാണ് നമ്മുടെ ജീവൻ്റെ ജീവനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ നിന്ന് വിടവാങ്ങിയത്. നമ്മളത് കൃത്യമായ നിലക്ക് തന്നെ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്താണ്? നരകത്തിൽ നിന്ന് നിങ്ങളെ വിദൂരമാക്കുന്ന എന്തൊക്കെ തെറ്റായ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഞാൻ നിങ്ങളോട് വിരോധിച്ചിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ അതൊക്കെ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുമുണ്ട് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത, അവിടുത്തെ അനുചരന്മാർക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ ഏതും മുസ്ലിയാർ തള്ളിമറിച്ചാലും ഏത് പുരോഹിതൻ കൊണ്ടുവന്നാലും അതിന് ഇസ്ലാമിൽ സ്ഥാനമില്ല. അത് നമ്മൾ ചവറ്റുകൊട്ടയിലേക്ക് എറിയണമെന്ന് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, അറബി മാസങ്ങളിൽ 3-ാമത്തെ മാസമാണ് റബീഉൽ അവ്വൽ മാസം. ആ മാസത്തിന് ഇസ്ലാമിൽ പ്രത്യേകമായ വല്ല പുണ്യങ്ങളുമുണ്ടോ? ഇല്ല. ആ മാസത്തിൽ പ്രത്യേകമായി ആചരിക്കേണ്ട വല്ല ദിക്റുകളോ കർമ്മങ്ങളോ എന്തെങ്കിലുമുണ്ടോ? ഒന്നുമില്ല. ഉണ്ടെങ്കിൽ ആരാണത് പഠിപ്പിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അവിടുത്തെ സ്വഹാബത്ത് നമുക്കത് ചെയ്ത് കാണിച്ചു തരണം. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ നോക്കൂ, പവിത്രമായ 4 മാസങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു. ഏതാണ് ആ മാസങ്ങളിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. ആ പവിത്രമായ മാസങ്ങളിൽ പോലും റബീഉൽ അവ്വൽ മാസത്തെ ഇസ്ലാം എണ്ണിയിട്ടില്ല, പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ. എന്നിട്ട് നോക്കൂ, നിങ്ങളൊരു മുസ്ലിയാർ പറയാണ്,
സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് അയാൾ പറയുന്നത് എന്നാണ് അയാളുടെ അവകാശവാദം. ഈ മാസത്തിൽ ചില പ്രത്യേകമായ കർമ്മങ്ങളും പ്രത്യേകമായ ആചാരങ്ങളുമൊക്കെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. റബീഉൽ അവ്വൽ മാസത്തെക്കുറിച്ച് പറയാൻ അദ്ദേഹത്തിൻ്റെ അവകാശവാദം നമുക്കാദ്യം ഒന്ന് കേൾക്കാം. പ്രധാനപ്പെട്ട മഹാന്മാർ അവരുടെ കിതാബുകളിൽ ഹദീത്തുകളെ വച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി ചെന്ന വളരെ പ്രധാനപ്പെട്ട 6ഓളം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേട്ടില്ല സഹോദരങ്ങളെയും മുസ്ലിയാർ പറഞ്ഞത്, മഹാന്മാരായ ആളുകൾ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായി ചെയ്യേണ്ട ആചാരങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന ആമുഖത്തോടുകൂടെയാണ് ഈ മുസ്ലിയാർ ആരംഭിക്കുന്നത്. അപ്പോൾ തെളിവുകൾ ഉണ്ടാകണമല്ലോ ഇയാൾ പറയുന്നതിന്. ഇയാൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഇസ്ലാമിൽ തെളിവില്ലെങ്കിലോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ പച്ചക്കളവാണ് ഈ മുസ്ലിയാർ ആരോപിച്ചത്, അല്ലേ? എന്തുമാത്രം ഗൗരവമാണ്! ഒരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടു പോകാൻ, അതിന് വ്യൂവേഴ്സിനെ ഉണ്ടാക്കാൻ ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ കളവ് പറയുമോ മനുഷ്യന്മാർ, അല്ലേ? ഇങ്ങനെ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായ ആചാരങ്ങളോ ദിക്റുകളോ ദുആകളോ കർമ്മങ്ങളോ ഉണ്ടെങ്കിൽ അത് സമസ്തയുടെ പണ്ഡിതന്മാർ തന്നെ മുമ്പ് പഠിപ്പിക്കേണ്ടതായിരുന്നില്ലേ? എന്നാൽ ഇങ്ങനെ ഒരു സംഗതി സമസ്തയുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. കഴിഞ്ഞുപോയ സമസ്തയിൽപ്പെട്ട പണ്ഡിതന്മാർ ഈ നിലക്കുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പുതുതായ കാര്യങ്ങൾ ഓരോ ദിവസവും അതല്ലെങ്കിൽ ഓരോ മാസവും ഓരോ വർഷവും ഓരോ റബീഉൽ അവ്വൽ വരുമ്പോഴും പുത്തനായ കാര്യങ്ങൾ തനിച്ച അനാചാരങ്ങൾ കെട്ടിപ്പടച്ചുണ്ടാക്കി അത് ജനങ്ങളോട് പറയാ, വളരെ കൗതുകത്തോടുകൂടെ യൂട്യൂബ് ചാനലിലൂടെ വന്ന് പറയാൻ. അപ്പൊ സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കിതാബുകളിൽ മഹാന്മാർ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണല്ലോ ഈ മുസ്ലിയാർ പറഞ്ഞത്. എങ്കിൽ മുസ്ലിയാരെ, ഏതാണ് ആ ഹദീസ്? അത് ഞങ്ങൾക്കൊന്ന് കാണണം, അത് നിങ്ങൾ ജനങ്ങളോടൊന്ന് പറയണം. ഏതാണെങ്കിലും സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇനി മുസ്ലിയാർ പറയുന്ന കാര്യങ്ങൾ, തള്ളിമറിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം തന്നെ പറയട്ടെ. പ്രിയപ്പെട്ടവർ, റബീഉൽ അവ്വലിൻ്റെ 1-ാമത്തെ രാവ് പ്രവേശിച്ചു എന്ന് നമുക്ക് മെസ്സേജ് കിട്ടിയാൽ ഉടൻ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ദിക്റാണ്, ഒരു പ്രാർത്ഥനയാണ്. ഏതാണ് ആ ദിക്ർ? ഏതാണ് ആ ദുആ? സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ, നമുക്ക് മനഃപ്പാഠമുള്ളതുപോലെ, അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബുക്കല്ലാഹ് ഹിലാലു റുസ്തിം വ ഖൈർ. ഈ ദുആ മസ്റ്റായിട്ട് നമ്മൾ കൊണ്ടുവരിക തന്നെ വേണം. ഈ മഗ്രിബിൻ്റെ നേരം ഇഷ കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിഞ്ഞത്. ഇപ്പോൾ പിറ കണ്ടിട്ട് കുറേ ആയില്ലേ, ഇനി എന്തിനാണ് പിറക്കുമ്പോൾ പിറ കാണുമ്പോഴുള്ള ദുആ എന്ന് വിചാരിച്ച് നമ്മൾ മിസ്സാക്കാൻ പാടില്ല. എപ്പോഴാണോ നമുക്ക് ആ രാവിൻ്റെ 1-ാമത്തെ രാവ് ബോധ്യപ്പെടുന്നത്, ഒരു പക്ഷേ നാളത്തെ പ്രദോഷത്തോടെ നമുക്ക് ഉറപ്പായും വരുന്ന രാവാകും. അപ്പോൾ നമ്മൾ പലപ്പോഴും വിട്ടുപോകും. പാടില്ല. എന്നാണ് 1-ാമത്തെ മാസത്തിൻ്റെ രാവ് പ്രവേശിക്കുന്നത്, അപ്പോൾ നമ്മൾ നിർബന്ധമായും ഈ ദുആ കൊണ്ടുവരണം. അത് പ്രഗത്ഭമായൊരു സുന്നത്തും വലിയ അമലുമാണ്. ഈ ദുആയിലൂടെ കിട്ടുന്നത് 1-ാമത്തത് അള്ളാഹുവിൻ്റെ റിള ആണ്, പടച്ചോൻ്റെ പൊരുത്തം കിട്ടും. ഈ ഒരു മാസക്കാലം മുഴുവനും അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ ഈ ദുആ കാരണമാകും. മാത്രമല്ല, ആഫത്ത് മുസീബത്തിൽ നിന്ന് കാവലുണ്ടാകും. ഈ ദുആ മാസത്തിൻ്റെ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ തുടക്കത്തിൽ, ഇന്നാണെങ്കിൽ ഇന്ന്, നാളെയാണെങ്കിൽ നാളെ, ആ രാവിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ ദുആ ചെയ്താൽ ഒരു മാസക്കാലത്തേക്ക് ആഫത്ത് മുസീബത്തിൽ നിന്നുള്ള ഹിഫ്ള്, സംരക്ഷണം അള്ളാഹു കൊടുക്കും. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മരിച്ചാൽ, അവർക്ക് ഈ ഒരു മാസം നമ്മുടെ മരണം അള്ളാഹു തീരുമാനിച്ചാൽ ഈമാനോട് കൂടെയുള്ള മരണം അള്ളാഹു നൽകും. ഈമാനിന് അള്ളാഹു സംരക്ഷണം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ മഹബ്ബത്ത്, സ്നേഹം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ഈ ദിക്റിലൂടെ ദുആയിലൂടെ നൽകും. അപ്പോൾ റബീഉൽ അവ്വൽ മാസത്തിലെ പ്രഥമ രാവിൽ ചൊല്ലാൻ വേണ്ടി മുസ്ലിയാർ പഠിപ്പിക്കുന്ന ദിക്റാണ് ഇപ്പോൾ നിങ്ങൾ ഈ കേട്ടത്. അല്ല മുസ്ലിയാരെ, താങ്കൾക്ക് യാതൊരു ഉളുപ്പില്ലേ? നിങ്ങൾ ഈ പറഞ്ഞ ദിക്ർ റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രം ചൊല്ലേണ്ടതാണോ? റബീഉൽ അവ്വൽ മാസത്തിന്റെ പ്രഥമ രാവിൽ ചൊല്ലിയാൽ ഇന്ന മഹത്വമുണ്ട്, അല്ലേ? എന്തൊക്കെ നേട്ടങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. ആപത്ത് തടയും, അതേപോലെ അള്ളാന്റെ റിള കിട്ടും, ഈമാനോടുകൂടെ മരണം കിട്ടും, ഇങ്ങനെയൊക്കെയാണല്ലോ താങ്കൾ പറഞ്ഞത്. അപ്പൊ പ്രത്യേകമായി റബീഉൽ അവ്വൽ മാസം പിറന്നാൽ അതിന്റെ പ്രഥമ രാവിൽ ചൊല്ലാനാണെന്ന് പറഞ്ഞ് പാവപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട് താങ്കൾ ഈ പറയുന്ന ദിക്ർ, ഇത് റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രം പ്രത്യേകമായി ചൊല്ലേണ്ടതാണ് എന്നതിന് ഇസ്ലാമിൽ എവിടെയാണ് രേഖ മുസ്ലിയാരെ? ഇത് ഏത് മാസപ്പിറവി കണ്ടാലും ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ലേ? എന്താ ഹദീസ് തുടങ്ങുന്നത് തന്നെ കാന ഇദാ റഅൽ ഹിലാൽ. ശരിക്കും മനസ്സിലാക്കണം സഹോദരങ്ങളെ, മുസ്ലിയാക്കന്മാര്, ഈ നിലക്കുള്ള പുരോഹിതന്മാര് ജനങ്ങളെ വഞ്ചിക്കുന്ന രീതി നിങ്ങൾ ശരിക്കും പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിലാലിനെ കണ്ടാൽ പറയുമായിരുന്നു,
ഈ മാസപ്പിറവി കണ്ടാൽ പറയുമായിരുന്നു എന്ത്? അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ യുംനി വൽ ഈമാൻ, അതല്ലെങ്കിൽ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുക്കല്ലാഹ്. ഇത് എല്ലാ മാസവും പറയണം. ഇത് മുഹറം പിറവി കണ്ടാലും പറയണം, സഫറിന്റെ പിറവി കണ്ടാലും പറയണം, റബീഉൽ അവ്വലിന്റെ പിറവി കണ്ടാലും പറയണം, ഇനി വരാനിരിക്കുന്ന അതിന് ശേഷം വരുന്ന റബീഉൽ ആഖിറിന്റെ പിറവി കണ്ടാലും പറയണം, റമദാൻ മാസത്തിന്റെ പിറവി കണ്ടാലും, ഏത് മാസം കണ്ടാലും പറയേണ്ടതാണ്. എന്നിട്ട് പറയാണ് ഇത് റബീഉൽ അവ്വൽ മാസത്തിന് അതിൻ്റെ പ്രത്യേകമായി പ്രഥമ രാവിൽ ചൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിയാർ ജനങ്ങളെ വഴിതെറ്റിക്കുകയാണ്. എവിടെയാണത് പ്രത്യേകമായി റബീഉൽ അവ്വൽ മാസത്തിന്റെ പ്രഥമ രാവിൽ ചൊല്ലാനുള്ള ഹദീസ് എവിടെയാണ് മുസ്ലിയാരെ? എന്തിനാണ് ഈ ജനങ്ങളെ വഞ്ചിക്കുന്നത്? എന്നിട്ട് അത് ചൊല്ലിയാൽ ഇന്ന നേട്ടമുണ്ടാകും. നിങ്ങൾ പറഞ്ഞില്ലേ ആപത്ത് തടയും, ഈമാനോടുകൂടെ മരണമുണ്ടാകും, അള്ളാഹുവിന്റെ റിള കിട്ടും എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ടല്ലോ താങ്കൾ. സ്വഹീഹായ ഹദീസ് നിങ്ങൾ ജനങ്ങളോട് പറയണം, തെളിവ് പറയണം. അതാണ് ഈ വിഷയത്തിൽ ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ശുദ്ധമായ കളവാണ് ഈ മുസ്ലിയാർ പറയുന്നത്. ഈ ഹദീസുണ്ട്, ഈ ദിക്റുണ്ട്, അത് സർവമാസങ്ങളും ഏത് മാസപ്പിറവി കണ്ടാലും പറയാനുള്ളതാണ്. പ്രത്യേകമായി പറയാൻ നിങ്ങൾക്ക് എവിടുന്ന തെളിവ്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇനി നോക്കൂ നിങ്ങൾ, പിന്നെ ഈ മുസ്ലിയാർ രണ്ടാമതായി പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യലാണ്. 30 ആയത്തുകളുള്ള, നമുക്ക് ഓതാൻ അറിയാവുന്ന, പലർക്കും മനഃപ്പാടമുള്ള, 3 മിനിറ്റ് മാത്രം ഓതാൻ സമയം മതി, അത്ര ഷോർട്ട് ചെറിയ സൂറയാണ് സൂറത്തുൽ മുൽക്ക്. തബാറക്കല്ലദി, ആ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യണം. അത് റബീഉൽ അവ്വൽ മാസത്തിന്റെ പിറ കണ്ടാൽ, അല്ലെങ്കിൽ ഒന്നാമത്തെ രാവിൽ ഓതൽ സുന്നത്തുള്ള സൂറത്താണ്. കേട്ടില്ല സുഹൃത്തുക്കളെ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാനാണ് മുസ്ലിയാർ പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഇത് സമസ്തക്കാർ പോലും പഠിപ്പിക്കുന്നില്ല. അതാണ് ഇതിലെ ഏറ്റവും അത്ഭുതകരമായ കാര്യം. ഓരോരുത്തർക്കും ഓരോന്ന് അള്ളാന്റെ ദീനിന്റെ പേരിൽ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ പറയുന്നത്. സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാർ പറഞ്ഞു എന്നല്ലേ? എവിടെയാണ് ഹദീസ്? അങ്ങനെ ഒരു ഹദീസ് ഇല്ലെങ്കിൽ മുസ്ലിയാരെ നിങ്ങൾ എന്തുമാത്രം ഗൗരവമായ കാര്യമാണ് ചെയ്തത്? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? ആരെങ്കിലും എൻ്റെ മേൽ ഒരു കളവ് പറഞ്ഞാൽ, അല്ലേ, മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ നരകത്തിൽ അവന്റെ സീറ്റ് അവൻ റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? നിങ്ങൾ അതല്ലേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ കളവ് പറയുന്നു എന്ന് മാത്രമല്ല, ഈ ശുദ്ധമായ കളവിലേക്ക് പാവപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ നിങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കല്ലേ? നിങ്ങളുടെ ഈ വയല് കേട്ടിട്ട് എത്ര ഉമ്മമാര് തെറ്റിദ്ധരിച്ചു ഇത് ചൊല്ലിയിട്ടുണ്ടാകും. ഇങ്ങനെ റബീഉൽ അവ്വൽ മാസത്തിൽ ഇങ്ങനെ ഒരു ഖുർആൻ പാരായണം പ്രത്യേകമായി ഉണ്ടെന്ന് പറഞ്ഞ് എത്രയോ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ അത് ചെയ്തില്ലേ? മുസ്ലിയാക്കന്മാർ ചെയ്യുന്നൊരു അക്രമം നിങ്ങൾ നോക്കൂ. അപ്പൊ മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലക്ക് റബീഉൽ അവ്വൽ മാസത്തിന് മതമഹത്വം കൽപ്പിച്ചുകൊണ്ട് ഞാൻ ഈ മുസ്ലിയാരോട് ചോദിക്കുകയാണ്, വെല്ലുവിളിക്കുകയാണ്, ശരിക്കും ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ അവിടുത്തെ സ്വഹാബത്തോ ഈ മുസ്ലിയാർ പറയുന്നത് പോലെ ഈ സൂറത്തുൽ മുൽക്കോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കർമ്മങ്ങളോ ദിക്റുകളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ചൊല്ലിയതായി, അതല്ലെങ്കിൽ ചൊല്ലാൻ കൽപ്പിച്ചതായി ഏതെങ്കിലും ഒരു കിതാബിൽ സ്വഹീഹായ നിലക്ക് കാണിച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് ഈ മുസ്ലിയാരോട് എൻ്റെ വെല്ലുവിളി. സാധിക്കുമെങ്കിൽ ഈ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ എന്നല്ല, ഇതേപോലെ തള്ളിമറിക്കുന്ന ഏത് മുസ്ലിയാക്കന്മാരാണെങ്കിലും അവർക്ക് എൻ്റെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാം, കൊണ്ടുവരാം. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കും. എന്താ ഞാൻ ചോദിച്ചത്? മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകത കൽപ്പിച്ച് മതപരമായ മഹത്വം കൽപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായ ഒരു കർമ്മം, അത് ദിക്റായാലും മതി, അതല്ല പ്രത്യേകമായ നിലക്ക് വല്ല അദ്കാറുകളോ ഈ മുസ്ലിയാർ പറയുന്നത് പോലെയുള്ള കർമ്മങ്ങളോ ചെയ്തതായി നബി ചെയ്തു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് ചെയ്യാൻ കൽപ്പിച്ചു, സ്വഹാബത്ത് ചെയ്തു എന്ന നിലക്ക് കാണിച്ചു തരാൻ, സ്വഹീഹായ നിലക്ക് കാണിച്ചു തരാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നോക്കൂ, നിങ്ങളിങ്ങനെ ഓരോന്ന് ഒരു ഉളുപ്പില്ലാതെ ഇതിനാണ് തള്ളിമറിക്കുന്നത് നമ്മൾ പറയില്ലേ പച്ച മലയാളത്തിൽ. അതിന് ഈ മുസ്ലിയാരെ പോലുള്ള ദജ്ജാലുകളെ നമ്മൾ കരുതിയിരിക്കണം. ഇനി നോക്കൂ നിങ്ങൾ, അടുത്തത് അദ്ദേഹം പറയുന്നത് കേൾക്കാം. മൂന്നാമത്തത് പ്രിയപ്പെട്ടവരെ, ഒരു 10 സ്വലാത്ത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഏറ്റവും ചുരുങ്ങിയതാണ് പറയുന്നത്, 10ൽ കുറയാതെ സ്വലാത്തുകളാണ് നമ്മൾ. ഈ ആദ്യത്തെ ഒന്നാണെന്ന് അറിവ് കിട്ടിയാൽ പ്രത്യേകം നമ്മൾ ചൊല്ലണം, ബാക്കിയുള്ള രാവ് വേണ്ടെന്നല്ല. കേട്ടില്ലേ, 10 സ്വലാത്ത് ചൊല്ലാനാണ്. റബീഉൽ അവ്വൽ മാസത്തിന്റെ പ്രഥമ രാവിലാണ് ഇത് ചൊല്ലേണ്ടത്. എവിടെയാണ് മുസ്ലിയാരെ തെളിവ്? അപ്പൊ ചോദിക്കും, സ്വലാത്തിന് പുണ്യല്ലേ? ആരാണ് അതിന് പുണ്യല്ല എന്ന് പറഞ്ഞത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലൽ പുണ്യമുള്ള കാര്യമാണ്, ഞങ്ങളത് അംഗീകരിക്കുന്നു അല്ലേ. ഒന്ന് ചൊല്ലിയാൽ 10 പ്രതിഫലം ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? മൻ സല്ല അലയ്യ വാഹിദത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ. എൻ്റെ മേൽ ഒരാൾ ഒരു പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അയാൾക്ക് 10 ഗുണം നൽകുമെന്നാണ്. യാതൊരു സംശയവും അതിൽ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഇനി ഇത് പറയുമ്പോൾ ഞങ്ങൾ സ്വലാത്ത് വിരോധികളാണ് എന്നൊന്നും പറഞ്ഞ് തള്ളിമറിക്കാൻ വരേണ്ടതില്ല. സ്വലാത്തിന്റെ മഹത്വമൊന്നും നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല. സലഫികളാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ സ്വലാത്ത് ചൊല്ലുന്നത്. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ചില സ്വലാത്തുകളൊക്കെ ചൊല്ലി അതിന് പ്രത്യേകമായ പോരിശയും പറഞ്ഞ് അനാചാരം ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയുള്ള മുസ്ലിയാർ പറയാണെന്ത്? 10 സ്വലാത്ത് ചൊല്ലണം റബീഉൽ അവ്വൽ മാസത്തിലെ പ്രഥമ രാവിൽ, തെളിവ് കൊണ്ടുവാ. അതാണ് എൻ്റെ വെല്ലുവിളി. ഈ മാസത്തിൽ പ്രത്യേകമായി ചൊല്ലാൻ എവിടെയാണ് തെളിവ്? ആ തെളിവാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. പിന്നെ ഇതേപോലെ ഓരോന്ന് തള്ളിമറിക്കുകയാണ്. നിങ്ങൾ 4-മതായി മുസ്ലിയാർ പറയുന്നത്, ഞാൻ ക്ലിപ്പ് കേൾപ്പിക്കുന്നില്ല. 4-മതായി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ, അതേപോലെ നബിയുടെ മാതാപിതാക്കളുടെ പേരിലൊക്കെ സൂറത്തുൽ ഫാത്തിഹയും മുഅവ്വിദത്തൈനിയും ഒക്കെ ഓതി ഹദിയ ചെയ്യണമെന്നാണ് റബീഉൽ അവ്വൽ മാസത്തിൽ. ഈ ഹദിയ ചെയ്യുന്ന സമ്പ്രദായം തന്നെ അനാചാരമാണ്. അതിൻ്റെ കൂടെ മറ്റൊരു അനാചാരവും കൂടി, ഇത് റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായി ചെയ്താൽ അത് ഭയങ്കര പോരിശയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയൊക്കെ ശഫാഅത്ത് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരൻ വിശ്വസിച്ച് പോവുകയാണേ. ഇതൊക്കെ ഈ ദീനിലുള്ളതല്ലേ, പണ്ഡിത വേഷം കെട്ടി പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ്. അതേപോലെ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായിട്ട് മൗലിദ് പാരായണം ചെയ്യണത്രേ. തെളിവ് കൊണ്ടുവാ. മൗലിദ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അതിലുള്ളത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തൊക്കെ സംഗതികളാണ് അതിലുള്ളത്? അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഗദ്യപദ്യ സമ്മിശ്രമായി ഇവർ ചൊല്ലിപ്പറയുന്നതിൽ എന്തൊക്കെ മണ്ടത്തരങ്ങളാണുള്ളത്. അതിന്റെ പുറത്ത് അത് റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായി ചൊല്ലണം എന്നാണ്. തെളിവ് കൊണ്ടുവാ, കേൾക്കട്ടെ ഞങ്ങൾ. 6-മതായി പറയുന്ന കാര്യം ഭയങ്കര രസകരമായ സംഗതിയാണ്. അതെന്താണെന്നറിയോ? അരിഭക്ഷണം കഴിക്കണത്രേ. ഒരു പിടി അരിഭക്ഷണം കഴിക്കുക റബീഉൽ അവ്വൽ മാസത്തിൽ. ഈ അരിഭക്ഷണം, അരി എന്നുള്ളത് നബിയുടെ പ്രകാശത്തിൽ നിന്ന് പഠിച്ചതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു പിടി അരി കഴിക്കുക എന്നാണ്. എന്തൊരു കഷ്ടമാണ്. ആ ഭാഗം ഒന്ന് കേട്ടു നോക്ക്. ഏത് രോഗിക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു പിടിയെങ്കിലും. കാരണം അത് ബറക്കത്തുള്ള ആഹാരമാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിൽ നിന്നും പടക്കപ്പെട്ടതാണ് അരി ആഹാരം. കിതാബിൽ കാണാം, ഫിഖിൻ്റെ കിതാബിലൊക്കെ ചർച്ചയുണ്ട്. അതുകൊണ്ട് ആ ഒരു പിടി ഭക്ഷണം പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിക്കുമ്പോൾ പോലും, അരിഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മൾ ഏത് രീതിയിൽ, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കുന്ന രീതിയായാലും വേണ്ടില്ല, ചോറായിട്ടോ കഞ്ഞിയായിട്ടോ എന്തും അരിഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് ഒരു സ്വലാത്ത് കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഒരു സുന്നത്ത് കൂടെയായി. ആ സുന്നത്തിനെ കൂടെ അധികം ആളുകളും ഹയാത്താക്കാത്ത, ജീവിപ്പിക്കാത്ത സുന്നത്താണിത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറിൽ നിന്നാണ് അരി പടക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പിടിയെങ്കിലും അരി ഭക്ഷണം കഴിക്കണം. രോഗമുള്ളവരൊന്നും പ്രശ്നമാക്കണ്ടെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. കോമഡി എന്നല്ലാതെ എന്താ ഇതിന് പറയാ അല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വേഷം കെട്ട് മുസ്ലിയാരില്ലേ, ഈ കോട്ടക്കെട്ട്, ഈ കോട്ടും സൂട്ടൊക്കെ ഇട്ട് യൂട്യൂബിൽ വരുന്ന ഇത്തരം സംഗതികളെ, ഇത്തരം സാധനങ്ങളെ കരുതലോടുകൂടെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ മതം, നമ്മുടെ വിശ്വാസം എല്ലാം ഇവർ തകർക്കും എന്ന് ഗൗരവമായി എന്നെ കേൾക്കുന്ന ആളുകളോട് പറയണം. ശുദ്ധമായ അനാചാരങ്ങൾ, ബിദ്അത്തുകൾ, ശിർക്കൻ വിശ്വാസങ്ങൾ യാതൊരു ഉളുപ്പില്ലാതെ പറയാൻ. ഇതിപ്പോൾ പറയുമ്പോഴൊക്കെ കേൾക്കാൻ ആളുകളാണ്. എന്നിട്ട് ഇതിൻ്റെ വ്യൂവേഴ്സിനനുസരിച്ച് ഇവർ എന്ത് ചെയ്യുക? വരുമാനം ഉണ്ടാക്കുക, എന്നിട്ട് ജീവിക്കുക. ഇല്ലാത്ത ഇനി നാളെ പുതിയ കാര്യങ്ങൾ കൊണ്ടാണ് വരിക. അതുകൊണ്ട് കരുതലോടെ കൂടെ കാണുക. നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മുടെ പ്രവാചകനോടാണ്. ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ആര് പറഞ്ഞാലും ചെയ്യരുത്. ഇസ്ലാമിൽ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു കാര്യമാണ് സത്യത്തിൽ വ്യഭിചാരത്തേക്കാൾ, അതല്ലെങ്കിൽ മദ്യപാനത്തേക്കാൾ വെറുക്കപ്പെട്ട ഗൗരവമായ കാര്യമാണ്. ഏതാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ അവിടുത്തെ സ്വഹാബിമാരോ മതപരമായി പ്രത്യേകത കൽപ്പിക്കാത്ത മാസമാകട്ടെ, അതല്ലെങ്കിൽ സമയമാകട്ടെ, സ്ഥലമാകട്ടെ, അതൊക്കെ നമ്മുടെ യുക്തിക്കനുസരിച്ച് അതിന് പ്രത്യേകത കൽപ്പിച്ച് മതപരമായി അതിന് പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞ് പ്രത്യേകമായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ആഘോഷങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ കൽപ്പിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അത് ഗൗരവമായ കാര്യമാണ്, നിസ്സാരമായ സംഗതിയല്ല. അതാണ് ഈ മുസ്ലിയാർ ഇവിടെ ചെയ്തത്. റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പ്രഥമ രാവിൽ, റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ഏത് ദിവസത്തിനാകട്ടെ ഒരു പ്രത്യേകമായ കർമ്മവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ചെയ്തിട്ടില്ല. അത് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് ഇവർ തന്നെ സമ്മതിച്ച കാര്യമാണ്.
എത്രയോ പ്രസിദ്ധീകരണങ്ങളിൽ നമുക്ക് ഈ വിഷയം ഇവരെഴുതിയത് തന്നെ നമുക്ക് വായിക്കാൻ കഴിയും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകത കൽപ്പിക്കാത്ത, മതമഹത്വം കൽപ്പിക്കാത്ത ഒരു സമയത്ത് പോലും പ്രത്യേകതയുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കർമ്മം ചെയ്താൽ അത് ഗൗരവമാണ് എന്ന് ഇവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ബാങ്കിന്റെ മുമ്പിൽ, അതായത് ബാങ്ക് വിളിക്കുന്നതിൻ്റെ മുമ്പ് പ്രത്യേകമായ സ്വലാത്ത് അത് തടയണമെന്ന് ഈ സമസ്തക്കാർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നിഷേധിച്ചാൽ ഞാൻ വന്ന് വായിക്കാം. ഇവരെഴുതി വെച്ചതാണത്. എന്തുകൊണ്ടാണത് തടയണമെന്ന് പറഞ്ഞത്? ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത കൽപ്പിച്ച സമയമല്ല. അപ്പം ആ സമയത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടാണ് അവിടെ ഒരു സ്വലാത്ത് ചൊല്ലുന്നത്. അത് മതത്തിൽ അനാചാരമാണ് എന്ന് നിങ്ങൾ തന്നെ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പം അതുപോലും ഒന്ന് പരിശോധിക്കാതെ വന്ന് ഓരോന്ന് ജനങ്ങളോട് വിളിച്ചു പറയാണ്. അതുകൊണ്ട് ഇത്തരം ആളുകളെ കരുതിയിരിക്കണം എന്ന് ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മുസ്ലിയാർ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ഈ സംസാരം ഈ മുസ്ലിയാരെങ്ങാനും കേൾക്കുന്നുവെങ്കിൽ എൻ്റെ ചോദ്യങ്ങൾക്ക്, അതല്ലെങ്കിൽ എൻ്റെ വെല്ലുവിളിക്ക് അദ്ദേഹം മറുപടി പറയണം. സ്വഹീഹായ ഹദീസ് ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ 6 കാര്യങ്ങളും തെളിയിക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഏതാണെങ്കിലും സഹോദരങ്ങളെ, സത്യം സത്യമായി മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.